കൂട്ടത്തിൽ ഒരാളെങ്കിലും ഈ നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കാൻ കഴിയുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അതൊരു പോസിറ്റീവ് കൂട്ടായ്മയായി മാറും. ടോക്ക് തീരുമാനിച്ചു, ഒരു യാത്രയിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതെ, ഇങ്ങനൊരു ടോക്ക് വേണം. അതായത് ഒരുപാട് പേര് നമ്മളറിയുന്ന, നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രേ മാർക്കറ്റിലാണ്, ഒരു കോർപ്പറേറ്റ് മാർക്കറ്റിലല്ല ബിസിനസ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് ബിസിനസ് മാൻമാരുണ്ട് എൻ്റെ കൂടെ. നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുന്നുണ്ട്, അവർ കുറേ കണക്കെഴുതുന്നുണ്ട്, പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവർക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല. നമ്മൾ അവരോടൊക്കെ പറയും ഒരു ബിസിനസ്സിന് ഒരു സിസ്റ്റം കൊണ്ടുവരണം, ഇതിനൊരു നല്ലൊരു ഐഡിയാസ്, ഒരു വലിയ വിഷൻ വേണം, ഗോൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ അവരോട് പറയും. പക്ഷെ അതിന് പോലും അവർക്ക് ടൈമില്ല. അവർ ഓടുകയാണ്, ഓടിക്കൊണ്ടിരിക്കുന്നു, പെരുമോട്ടം ഓടുന്നു, പക്ഷെ എത്തുന്നില്ല അവിടേക്കും. ഇതിനൊന്നും ടൈമില്ലാത്ത ഒരുപാട് ആളുകളെ കൂട്ടത്തിലാണ് ഞാനിപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാജിനോട് ചോദിക്കുന്നത്, എന്താണ് ഈ സഫർ ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ നിങ്ങൾക്ക് പറയാനുള്ളത്? ഹനീഫിക്ക, നമ്മൾ ഇന്നലെ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര പോയി എന്നുള്ളതാണ്. നമ്മൾ ആ യാത്രയ്ക്കുള്ള സമയം കണ്ടെത്തി, അല്ലേ? സമയമില്ലാത്ത സമയത്തും നമ്മളൊരു യാത്രയ്ക്കുള്ള സമയം കണ്ടെത്തി. ചെറിയ പെരുന്നാളിൻ്റെ അവധി ദിനത്തിൽ നമ്മൾ അജ്മാനിൽ നിന്ന് ഫുജൈറയിലോട്ടുള്ള യാത്രയിൽ ആണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ വന്നത്. അപ്പോൾ നമ്മൾ സിമിലർ മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു യാത്രയോ ഒരു ഔട്ടിംഗ് ഒക്കെ പോവുക എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട കാര്യങ്ങൾ. നമുക്ക് നമ്മളുടെ ജോബിൻ്റെ പ്രഷറിൽ നിന്നും മറ്റുള്ള ടെൻഷനിൽ നിന്നൊക്കെ ഫ്രീ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പലവിധ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ട്രക്കിംഗ് നടത്തി. അതിൻ്റെ എല്ലാ ഇടയിൽ ആകെ നമ്മളൊരു 30 to 1 hour, അല്ലേ, 30 minutes to 1 hour ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. പക്ഷെ അതായിരുന്നു ഏറ്റവും ഒരു വേർത്തി ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. സമയം നമ്മളെ തേടി വരും. എല്ലാവർക്കും 24 മണിക്കൂറാണ്. ഇതിലെന്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 24 മണിക്കൂർ ഒരിക്കലും ഒരാൾക്ക് 25 മണിക്കൂറാക്കാൻ കഴിയില്ല. നമ്മളുടെ ഓട്ടങ്ങൾക്കിടയിലും നമ്മൾ ഇത്തരത്തിൽ പേഴ്സണലി നമ്മൾ കുറച്ച് സമയം നമ്മളുടെ സിമിലർ മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ചെലവഴിക്കാനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ഉദ്യമം വിജയിച്ചു. അപ്പം തിരക്കിലൂടെ ഓടുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ സിമിലർ മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ആളുകളോട് അവരുടെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാഷ്വൽ ഡിസ്കഷനിലോട്ട് പോകാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് എത്ര തിരക്ക് പിടിച്ചതാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിൽ എടുക്കാനുള്ള ഒരു അവസരമായിരിക്കും. അടുത്തത്, നമ്മൾ അതിലോട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ, നമുക്ക് ഫാമിലി മാറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമുക്ക് നമ്മളുടെ വിനോദങ്ങൾ ഉണ്ടായിരിക്കും, നമ്മളുടെ ബിസിനസ് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. നമ്മൾ ബിസിനസ്സിൽ പഠിക്കുന്നത് നമുക്ക് പ്രോബ്ലംസ് അല്ല, ചലഞ്ചസ് ആണെന്നുള്ളതാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഈ നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കാൻ കഴിയുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അതൊരു പോസിറ്റീവ് കൂട്ടായ്മയായി മാറും. മറ്റതൊരു കൂട്ടായ്മ എന്നുള്ളത് പോസിറ്റീവ് കൂട്ടായ്മയായി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് സമയമില്ല എന്ന് പറയുന്നു. സമയമില്ലാത്തതല്ല പ്രശ്നം, നമ്മൾ എന്തിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് എല്ലാം ചെയ്യാൻ അറിയാവുന്ന ഓണേഴ്സ് വരുമ്പോഴാണ് ഈ സമയമില്ലാത്ത പ്രശ്നം വരുന്നത്. നമുക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ നമ്മൾ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷേ എല്ലാം വിശദമായിട്ട് അറിഞ്ഞിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് നമ്മളാണ് എക്സ്പേർട്ട്. അപ്പം നമ്മളുടെ അത്ര കഴിവ് ഒരിക്കലും നമുക്ക് നമ്മുടെ എംപ്ലോയീസിൻ്റെ അടുത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനും ഒരു പക്ഷേ സാധിച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ ആ ടാസ്ക് നമ്മൾ അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് ആ ടാസ്ക് നമ്മൾ തന്നെ എടുത്ത് പെരുമാറുന്ന ഒരു ശീലമുണ്ട്. പണ്ട് ഞാനൊരു കൺസൾട്ടിങ് ഫേമിൽ പോയ സമയത്ത് ഇതേ പ്രശ്നമായിട്ട് നമ്മൾ പിച്ച് വെച്ച് നടക്കുന്ന സമയത്ത് ഗുരുക്കന്മാരെ ആശ്രയിക്കുന്ന പോലെ കൺസൾട്ടൻസിനെ ആശ്രയിക്കുമല്ലോ. ഇതേ പ്രോബ്ലമായിട്ട് നിങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞതായിരുന്നു, അവരൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. അതായത് ഒരു വക്കീലിരിക്കുന്നുണ്ട്, വക്കീലിനൊരു ഗുമസ്തനുണ്ട്, പുതിയ ഗുമസ്തനാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ബിസിനസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബിസിനസ് ഓൺടർപ്രിനേഴ്സ് ആൾക്കാർ, ഈ പറയുന്ന ഗുമസ്തൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ടീം മെമ്പർ അല്ലെങ്കിൽ എംപ്ലോയി. അപ്പോൾ വക്കീലിൻ്റെ പിന്നിലൊരു ഷെൽഫുണ്ട്, നിറയെ പുസ്തകങ്ങളാണ്, നിയമ പുസ്തകങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. വക്കീലിനറിയാം ഇതെവിടെയാണ് പുസ്തകം എന്നുള്ളത്.
വക്കീലിന് ഒന്ന് ആ ഇരിക്കുന്ന കസേരയിലൊന്ന് കറങ്ങിയാൽ ആ പുസ്തകം കയ്യെത്തും ദൂരത്ത് തന്നെയാണ്. പക്ഷേ ഈ വക്കീൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഓൺടർപ്രനർ മൈൻഡ് സെറ്റ് ഉള്ള ആളായതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഉണ്ടെങ്കിലേ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിലേ ഞാൻ കൂടുതൽ ബിസിനസ്സിലോട്ട് എത്തുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടുകൂടി അദ്ദേഹം ഒരു പുസ്തകം അദ്ദേഹത്തിന് വേണ്ട സമയത്ത് ഈ ഗുമസ്തനോട് വിളിച്ചു പറയും, പുസ്തകം എടുത്തു തരണം. അപ്പോൾ ഗുമസ്തൻ വന്ന് കുറച്ചു നേരം നോക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ഇന്ന ഷെൽഫിന് ഇന്ന സ്ഥലത്തുണ്ട്, നോക്കിക്കോളും. ആളെടുത്തു കൊടുക്കും. ഇത് അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ബിസിനസ്സിൽ ആലോചിക്കുക, നമ്മുടെ എംപ്ലോയീസ് അവിടെ ഡിലേ വരുന്ന സമയത്ത് അവരെ കുറ്റപ്പെടുത്തി നമ്മൾ ഇതിന് ഞാനങ്ങോട്ട് ചെയ്താൽ പോരെ എന്ന് പറയുന്നതിന് പകരം കുറച്ച് പേഷ്യൻസോട് കൂടി അവർക്ക് അത് പഠിച്ചെടുക്കാനുള്ള സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അവരത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമാണ് നാളെ നമ്മളുടെ നെടുന്തൂണാവാൻ പോകുന്നത്. നമ്മൾ കാര്യങ്ങൾ എടുത്ത് എല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അവർക്ക് അവിടെ വളർന്നു വരാനുള്ള സാഹചര്യം ഇല്ലാണ്ടാക്കണം. നമ്മൾ തീർച്ചയായിട്ടും അവരെ ട്രെയിൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ നമ്മളത് എടുത്ത് ചെയ്ത് വരുന്ന ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ അവിടെ ഡിപ്പെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. എംപ്ലോയിക്ക് നമ്മളിലുള്ള ഡിപ്പെൻഡൻസിയാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ബിസിനസ് വളർത്തുന്ന സമയത്ത് പലവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കയറിപ്പോകും. ഇപ്പോൾ തുടക്കത്തിൽ നമുക്കൊരു സ്ട്രഗിളിങ് സ്റ്റേജ് ഉണ്ട്, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസും കാര്യങ്ങളും ഒബ്വിയസ്ലി നമ്മൾ കഴുതയെ പോലെ പണിയെടുക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ 24 മണിക്കൂറിൽ കൂട്ടാൻ പറ്റില്ലെങ്കിൽ ആ 24 മണിക്കൂർ പരമാവധി പ്രയോജനപ്പെടുത്താനും നമ്മൾ അതിന് നെട്ടോട്ട് ഓടേണ്ട സ്ഥിതി വരും. തീർച്ചയായിട്ടും അത് എല്ലാ ബിസിനസ്സിനും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മളുടെ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ അടുക്കും ചിട്ടയോടുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, കൺസിസ്റ്റൻസി ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു സിസ്റ്റം അവിടെ പതുക്കെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ എംപ്ലോയീസ് അവർക്ക് തോന്നുന്ന വിധത്തിൽ ചെയ്യും. ശരിയാണ്, നമ്മുടെ എയിമും ഗോളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരും ഇതേ ഗോളിലോട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. പക്ഷെ അവരെടുക്കുന്ന വഴി ഡിഫറെൻ്റ് ആണെങ്കിൽ നാളെ ഇതൊരിക്കലും ഒരു ഡെവലപ്ഡ് സ്റ്റേജിലോട്ട് പോവില്ല. കാരണം പാത്തെടുക്കുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളെല്ലാവരും ഒരേ പാത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ള, അതിനായിരിക്കണം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ എല്ലാവരും എടുക്കണം എന്നില്ല. അപ്പം നമ്മൾ പഠിക്കേണ്ട അത് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അവർ നമ്മളെ അംഗീകരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അംഗീകരിക്കാത്തടത്തോളം ഈ കാര്യങ്ങൾ നടത്തി കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. Dude Telecom.